അസ്സാം വലൈക്കും. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നാരെങ്കിലും പറയൂട്ടോ. ഷറഫുദ്ദീൻ, മൻസൂർ ഫൈസി വിളയൂർ, നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്, മാഷാ അല്ലാഹ് സാമൂഹിക പ്രവർത്തകനാണ്. അബ്ദുൽ ബാസിർ, എം മുസ്തഫ തട്ടവളപ്പിൽ കിള്ളിമംഗലം, മാഷാ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ ബിൻ ഹമീദ്, ആഷിഖ് മുഹമ്മദ്, അനസ് ജമാൽ. സുഖമാണ്. നൂറുദ്ദീൻ ഷെയ്ഖ് ഭയങ്കര സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, ലൈനിലുണ്ട്. ഷറഫുദ്ദീൻ പാപ്പ കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഇപ്പം ലൈനിൽ 100-ലേറെ ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്താൽ അറിയാം. മനാഫ്ക, അഹമ്മദ് കബീർ മൗലവി, കട്ടത്തൂർ, മംഗലാപുരം. ദുആയിൽ ഉൾപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ്. റിയാസ് റാഷ്, ഷറഫുദ്ദീൻ. അല്ല, തുടക്കത്തിൽ എല്ലാവരും എത്തുന്നതിൻ്റെ മുമ്പ് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, പിന്നീട് കേൾക്കാൻ പറ്റുള്ളൂ. കാരണം ഇസാഖലി, സുഖമാണോ UAE-യിൽ? ജാബിർ പറമ്പിൽ, ഷാജഹാൻ ഒരു മനയൂർ, വൈറ്റ് വേ ഷാജി, സുഹൈൽ വരിക്കോടൻ, ഷാജഹാൻ PK ചേലമ്പ്ര, വലൈക്കും സലാം, ജസീൽ വന്നു, മിർസാത്മ ഇവിടെ ഉണ്ട്. വളരെ ചൂടുള്ള സ്ഥലത്താണ്, ഇപ്പോൾ നാട്ടിലാണ്. ഭയങ്കര ചൂടാണ് ഇവിടെ. നല്ലൊരു ലൊക്കേഷനൊന്നും കിട്ടില്ല. അപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെ. ശംസുദ്ദീൻ ചളിങ്ങാട്, മാഷാ അല്ലാഹ്. അലി അസ്കർ അഷറഫ്, 220 ആളായി. അബ്ദുറഹീം ദേശമംഗലം നാട്ടിലുണ്ട്. അർഷിദ ഷയ്യൻ, യൂനസ്, മുജീബ് PK, യാസിർ ബി. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഷബീർ രായമറക്ക, ഗൾഫിൽ സുഖമാണോ ഷബീറെ? ഷമീർ കട്ടക്കാട്, തുടങ്ങാം. ഷമീർ ഫറൂഖ്, ഹസീബ് പറമ്പിൽ കാത്തിരിക്കുകയായിരുന്നു. അതെ, ഇന്നലെ താജുബിൻ അബൂബക്കർ ഇന്നലെ യാത്രയിലായതുകൊണ്ട് നമ്മുടെ ഒരു കുഗ്രാമമല്ലേ, അപ്പോൾ റേഞ്ച് പലപ്പോഴും കട്ടാവും എന്നതുകൊണ്ട് ഇന്നലെ വരാൻ പറ്റിയില്ല. ഇപ്പം 243 ആളുകളുണ്ട്. അവരൊന്ന് ഷെയർ ചെയ്യുമോ? ഇപ്പോൾ ഷെയർ ചെയ്ത് നമുക്ക് കുറേ ആൾക്കാർ കൂടി ഇൻവൈറ്റ് ചെയ്യാം. നമ്മൾ അബൂ തുറാബിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നൂറുദ്ദീൻ ഷെയ്ഖ്, ഫാനിൻ്റെ സൗണ്ട് ഉണ്ട് എന്നല്ലേ? ഓക്കെ, ഫാനില്ലെങ്കിൽ നമുക്ക് എന്തുട്ടാ പറയാം, ഭയങ്കര ചൂടാണ് അവിടെ. സുഖമാണ്. ശബ്ദം ക്ലിയർ അല്ലേ? ഫാൻ ഓഫാക്കണമെങ്കിൽ ഓഫാക്കാം. ഫാൻ ഓഫ് ആയിട്ടുണ്ട്. സുഖമാണ്. ഷിയാബ് കൂഫ എന്ന സ്ഥലത്തിൻ്റെ പേരാണ്. ഒന്ന് നമ്മൾ കൂഫയിലേക്ക് പോകുന്നുണ്ട്. ഇടയിലൊന്നും അമ്മാവൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, കാത്തു നിൽക്കും. ഇൻഷാ അല്ലാഹ്. നമ്മുടെ കുവൈറ്റിൽ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുവൈറ്റിൽ നമ്മുടെ പുത്തുമലയിൽ പ്രളയത്തിൽ 7 ആളുകൾ ഒന്നിച്ചൊരു കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഫീറിൻ്റെ മാമൻ കുവൈറ്റിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അയൽവക്കത്ത് റൂമിൽ 2 COVID-19 പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇന്ന് പരിശോധനയ്ക്ക് പോയി. അള്ളാഹു ശിഫയാക്കട്ടെ, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. സഫീറിന് ഈ മാമൻ മാത്രമേ ഉള്ളൂ. ഇനി ഫാൻ ഓഫാക്കി, ഭയങ്കര ചൂടായി ഇവിടെ. ഹസീബ് കിള്ളിമംഗലം, 323 ആളുകളെ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. നമുക്ക് തുടങ്ങാം. മൻസൂർ ഓങ്ങല്ലൂർ, ഞാൻ ഷെയർ ചെയ്തു കേട്ടോ. മാഷാ അല്ലാഹ്. ഞാൻ എല്ലാവരുടെയും വാളിലൊന്ന് ചുമ്മാ നോക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. ആരൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ നോക്കാറുണ്ട്. ചിലവരൊക്കെ മനസ്സിലുണ്ട്.
ഫാന് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി എടുത്തേ. സമയം കളയേണ്ട തുടങ്ങാം. ആയിക്കോട്ടെ. മസ്ജിദുൻ നബവിയുടെ പുറത്ത് മണ്ണിൽ ഒരാളിങ്ങനെ കിടക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, യാ ഖും യാ അബാ തുറാബ്, മണ്ണിൻ്റെ പിതാവേ എഴുന്നേറ്റാലും. അപ്പോഴാ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. നല്ലൊരു സങ്കടത്തിലായിരുന്നു അദ്ദേഹം അവിടെ കിടന്നിരുന്നത്. വീട്ടിലുണ്ടായ ഒരു വിഷയത്തിൽ വേദനിച്ച് അദ്ദേഹം ഇങ്ങനെ കിടന്നതാണ് ആ മണ്ണിൽ. ആ ശരീരത്തിൽ മുഴുവൻ മണ്ണ് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ ആൾക്ക് വലിയ സന്തോഷം തോന്നി. അബൂ തുറാബ് എന്ന ആ അഭിസംബോധന ഇഷ്ടപ്പെട്ടു. വിളിച്ചയാൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. എഴുന്നേറ്റ ആൾ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് മദീനയിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയാണ് കുറച്ചു നേരം. അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ വിളിച്ച പേരാണ് അബൂ തുറാബ്. അത് കളിയാക്കി വിളിച്ചതല്ല. നമ്മൾ ആരെയൊക്കെ ദേഷ്യപ്പെട്ട് കളിയാക്കി വിളിക്കാറുണ്ടല്ലോ, അങ്ങനെയല്ല, ഇഷ്ടം കൊണ്ട് വിളിച്ചതാണ്. അലി റളിയല്ലാഹു അൻഹു മരണം വരെ ആ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു, അബൂ തുറാബ് എന്ന് വിളിക്കുന്നത്. അബൂ താലിബിൻ്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. അബൂ താലിബ് ആരാന്ന് നമുക്കറിയാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ജ്യേഷ്ഠനാണ് അബൂ താലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബൂ താലിബ്. അബൂ താലിബ് ദരിദ്രനായിരുന്നു നമുക്കറിയാം. അബൂ താലിബിൻ്റെ ഭാര്യ ഫാത്തിമ എന്നു പേരായ ഒരു സ്ത്രീയായിരുന്നു. അസദിൻ്റെ മകൾ ഫാത്തിമ. അസദ് എന്ന് പറഞ്ഞാൽ മീനിങ് സിംഹം എന്നർത്ഥമുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ അവർ കഅബയുടെ തണലിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട്. അങ്ങനെ പ്രസവ വേദന വന്നപ്പോൾ ഇടക്ക് കട്ടാകുന്നുണ്ടോ? വലിയ പ്രശ്നമാണല്ലോ. എന്തോ പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ വീട്. ഇടയ്ക്ക് കട്ടാകുന്നുണ്ട് പറഞ്ഞു, ഇരുട്ട് വരുന്നുണ്ട് പറഞ്ഞു. ഇപ്പോഴോ കുഴപ്പമില്ലല്ലോ. ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. നമ്മുടെ അടുത്ത് ലാപ്ടോപ്പൊന്നുമില്ല, ചെറിയ മൊബൈലിലാണ് ഈ പരിപാടികളൊക്കെ. അപ്പോൾ ഫാത്തിമ ക്ലിയർ ആകുന്നുണ്ടോ? ഫാത്തിമ അസദിൻ്റെ മകൾ ഫാത്തിമ അബൂ താലിബിൻ്റെ മകള് കഅബയുടെ ഉള്ളിൽ കയറിയിട്ടാണ് പ്രസവിച്ചത്. എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ഈ കഅബയുടെ ഉള്ളിൽ പോയാ? കേൾക്കുന്നതല്ലേ? കഅബയുടെ ഉള്ളിൽ കയറി പ്രസവിച്ച ആളാരാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കഅബയിൽ പ്രസവിക്കപ്പെട്ട ആളാരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, അലി റളിയല്ലാഹു അൻഹു ആണ് പ്രസവിക്കപ്പെട്ടത് കഅബ മന്ദിരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിസ്സാരക്കാരനല്ല. അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ നമ്മൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പോയപ്പോൾ അലി റളിയല്ലാഹു അൻഹു പരാമർശിച്ചിരുന്നു, ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. എൻ്റെ ലൈഫിൽ അലി റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ ഇൻസ്പയർ ചെയ്യിപ്പിച്ചത്, അലി റളിയല്ലാഹുവിനെ നമ്മൾ കേട്ട കഥകളേക്കാൾ കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യിപ്പിച്ചത്, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യസ്രിബിലേക്ക് പലായനം ചെയ്യുമ്പോൾ അലി റളിയല്ലാഹുവിനെയാണ് ആ വിരിപ്പിൽ കിടത്തിയത്. അത്രയും എല്ലാവർക്കും അറിയാം. ആ വിരിപ്പിൽ കിടക്കുന്ന ഒരു ചങ്കുറപ്പിനെ കുറിച്ച് ആലോചിക്കണം. പ്രവാചകരെ കാണാതെ ഇരിക്കുന്ന എല്ലാ ദേഷ്യവും തൻ്റെ നേരെയാണ് വരിക എന്ന് ഉറപ്പ്, അല്ലേ? മരണം ഒരു 60% ഉറപ്പായ സമയമാണത്.
അലി റളിയല്ലാഹു അൻഹു അവിടെ കിടക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതല്ല, അവിടെ വെച്ച് നമ്മുടെ ചരിത്രകാരന്മാരും പ്രഭാഷകന്മാരും ഒക്കെ വഴിമാറിപ്പോവും. പിന്നെ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് എത്തിച്ചേരുന്നതാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു മദീനയിലേക്കൊരു യാത്ര നടത്തുന്നുണ്ട്, പലായനം. അപ്പോൾ പ്രവാചകരും സിദ്ദീഖും രക്ഷപ്പെട്ടു എന്ന വാർത്ത വല്ലാത്ത വേദനയുണ്ടാക്കി ഖുറൈശികൾക്കിടയിൽ. അവർക്ക് വലിയ രോഷമുണ്ടാക്കി. അപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ ഓരോ നീക്കവും അവർ ഒബ്സർവ് ചെയ്യുമായിരുന്നു. അലി റളിയല്ലാഹുവിന് 3 ദിവസം മക്കയിൽ താമസിക്കേണ്ടി വന്നു. കാരണം പുണ്യനബി കൊടുത്ത ഇവരുടെ സമ്പത്തൊക്കെ പ്രവാചകരുടെ കയ്യിലായിരുന്നു. അതൊക്കെ കൊടുത്തു വിട്ടണം. ആ ലിസ്റ്റ് പ്രകാരം ഓരോരുത്തർക്കും കൊടുത്തു വിട്ടാൻ വേണ്ടി അലി റളിയല്ലാഹു അവിടെ തങ്ങി. എന്നിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്കൊരു യാത്രയുണ്ട്. ഒരൊട്ടകം പോലും അലി റളിയല്ലാഹുവിന് കിട്ടിയില്ല. പൈസ കൊടുത്ത് വാങ്ങാനുള്ള പണമില്ല. അബൂ താലിബ് വളരെ ദരിദ്രനായ ആളായിരുന്നു. അപ്പോൾ നടന്ന് യാത്ര പോവുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ഇപ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഒട്ടേറെ ആളുകൾ ഹജ്ജിനോ ഉംറയ്ക്കൊക്കെ പോയി മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയിട്ടുണ്ടാവും. 450 കിലോമീറ്റർ ദൂരമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഇന്ന് എക്സ്പ്രസ് ഹൈവേയിലൂടെ ഓൺ റോഡ് യാത്ര 450 കിലോമീറ്റർ ദൂരമാണ്. അന്ന് എക്സ്പ്രസ് ഹൈവേ ഇല്ല. യാത്രാവേളകളിൽ ഇതുപോലെ വീടുകളോ വാഹനങ്ങളോ താമസങ്ങളോ ഇല്ല. അങ്ങനെ ഒരു കാലത്ത് നടക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന്. രാത്രിയുടെ ഇരുളിൽ 450 കിലോമീറ്റർ ദൂരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ തൃശ്ശൂരിൽ നിന്ന്, ഞാൻ സംസാരിക്കുന്ന തൃശ്ശൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് 350 കിലോമീറ്ററാണ്. അപ്പോൾ ഏകദേശം തലപ്പാടി മംഗലാപുരത്തേക്കുള്ള അത്രയും ദൂരമാണ് അലി റളിയല്ലാഹു അൻഹു നടക്കുന്നത്. അതും മരുഭൂമിയിലൂടെയാണ് അല്ലേ, സൈകത ശൈലങ്ങളിലൂടെ. അത് ചൂടുപിടിച്ചാലുള്ള വല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. നരച്ച ആകാശത്തിന് താഴെ തപിച്ച് കിടക്കുന്ന മരുഭൂമിയിലൂടെ എങ്ങനെയാണ് യാത്ര പോവുക? മരുക്കാറ്റിനെ അതിജയിക്കണം. സന്ധ്യയായാൽ ഹൂങ്കാരവം മുഴക്കി വരുന്ന മരുക്കാറ്റിനെ അതിജയിക്കണം. ദ റോഡ് ടു മക്ക എന്ന പുസ്തകത്തിൽ മുഹമ്മദ് അസദ്, ലിയോപോൾഡ് വൈസ് ആയിരുന്നു, അദ്ദേഹം മുഹമ്മദ് അസദ് ആയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ മക്കയിലേക്കുള്ള യാത്ര എന്നൊരു പുസ്തകം വായിച്ചവരൊന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. കമൻ്റ് എല്ലാവരും നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയ എല്ലാവരും നിർത്തും. മക്കയിലേക്കുള്ള പാത എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ മരുഭൂമിയുടെ ഹൂങ്കാരവത്തെക്കുറിച്ച്, മരുഭൂമിയുടെ ഏകാന്ത നിശബ്ദമായ നിതാന്ത ജാഗ്രതയെക്കുറിച്ച് ലിയോപോൾഡ് വൈസ് എഴുതി, മുഹമ്മദ് അസദ് എഴുതി ദ റോഡ് ടു മക്ക എന്ന പുസ്തകത്തിൽ. ഞാനത് വായിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കൂ. അപ്പോൾ ആ ഏകാന്തതയുടെ ഹൂങ്കാരവത്തിലൂടെ ഒരു മനുഷ്യൻ ഏകനായി യാത്ര ചെയ്യുകയാണ്. എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്യിച്ച അലി റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലെ ഒരു ശകലം ഇതാണ്. കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരുപാട് തവണ വാഹനത്തിൽ യാത്ര ചെയ്ത ഒരാളെന്ന നിലക്ക് 5-8 മണിക്കൂറുകൾ വണ്ടിയിൽ പോയാൽ പോലും ബുദ്ധിമുട്ടുന്ന ആ യാത്രയെ എൻ്റെ മനസ്സിലുണ്ട്. പകലൊക്കെ അദ്ദേഹം വിശ്രമിക്കുമത്രേ. എവിടെയാണ് വിശ്രമിക്കുക? മരത്തണലുണ്ടോ? എനിക്കറിയില്ല. വിശ്രമിക്കും. പകൽ വിശ്രമിച്ച് രാത്രിയാണത്രേ അദ്ദേഹം നടക്കാറുള്ളത്. അങ്ങനെ ദിവസങ്ങൾ നടന്നിട്ടാണ് മദീനയിൽ അലി റളിയല്ലാഹു അൻഹു എത്തിച്ചേരുന്നത്. അപ്പോൾ പ്രവാചകൻ മദീനയിലേക്ക് എത്തി. മസ്ജിദുൻ നബവി ഇന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഖുബായിൽ എത്തി നിൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു വരും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു വന്നപ്പോഴൊരു വീട്ടിൽ കയറിയതും കട്ടിലേക്ക് മറിഞ്ഞു വീണു എന്നാണ്. ക്ഷീണം കൊണ്ട് ഉള്ള ഭക്ഷണമൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ഭയങ്കര കരുത്തനാണ്. അതുകൊണ്ട് പിടിച്ചു നിന്നാണ് അദ്ദേഹം. കാലൊക്കെ പൊട്ടി കീറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശീല വെച്ച് കെട്ടി. അലി റളിയല്ലാഹു അൻഹു വന്ന വാർത്ത അറിഞ്ഞപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ആദരവായ റസൂൽ തൻ്റെ അലിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. തൻ്റെ നൂറാനിയത്തിൻ്റെ തിരുകരം കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിങ്ങി വീർത്ത കാൽപാദങ്ങളിൽ അവരിങ്ങനെ തഴുകി കൊടുക്കുന്നുണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ഉമിനീര് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പരുവരുത്ത കാൽത്തലങ്ങളിൽ ചേർത്തി കൊടുക്കുന്നുണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അലിയുൽ മുർത്തള റളിയല്ലാഹു തആല അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ മുസ്ലിമാകാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. ഒരുപക്ഷെ കുട്ടിയായിരിക്കുമ്പോൾ ഇസ്ലാമായ പ്രവാചക കാലഘട്ടത്തിലെ ആദ്യത്തെ മുസ്ലിമാണ് അലി റളിയല്ലാഹു തആല അൻഹു. വാപ്പ അബൂ താലിബ് മുസ്ലിം ആയിട്ടില്ല.
അപ്പോൾ അലി റളി അള്ളാഹുവിന് വലിയ താല്പര്യമായിരുന്നു തൻ്റെ ഉമ്മച്ചി ഫാത്തിമ മുസ്ലിം ആകണമെന്ന്. പുണ്യനബിയോട് ഒരുപാട് തവണ പറഞ്ഞു, എൻ്റെ ഉമ്മച്ചി ഒന്ന് ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ. അങ്ങനെ അബൂതാലിബിൻ്റെ ഭാര്യ ഫാത്തിമ മുസ്ലിം ആയിട്ടുണ്ട്. അബൂതാലിബ് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ മക്കയുടെ ഒരു ഭാഗത്ത് നിന്ന് മലഞ്ചെരുവിൽ നിന്നിങ്ങനെ നിസ്കരിക്കുകയായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളി അള്ളാഹു അൻഹുവിനെയും ഒപ്പം കൂട്ടി. അബൂതാലിബ് മടങ്ങി വരുമ്പോൾ നിസ്കരിക്കുന്നത് കണ്ടു. അബൂതാലിബ് നബിയോട് ചോദിക്കുന്നുണ്ട്, എന്തുട്ടായി ചെയ്യുന്നേ? ഇത് ഇസ്ലാമിലെ ഒരു ആരാധനയാണ്. ഓ, അപ്പോൾ അലി എന്താണ് ചെയ്യുന്നത്? അലി എൻ്റെ കൂടെ നിസ്കരിക്കുകയാണ്. അപ്പോൾ അലി നിന്റെ വിശ്വാസിയായോ? അബൂതാലിബ് അറിഞ്ഞിട്ടില്ലായിരുന്നു. അബൂതാലിബിനോട് പറയാനുള്ള ധൈര്യം അലി റളിയല്ലാഹു അൻഹുവിന് ഇല്ലാതെ പോയതാണ്. അലി പറഞ്ഞു, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്. തീർച്ചയായും പ്രതീക്ഷിക്കുന്നത് അടിയാണ്, ചീത്തയാണ്. കാരണം അബൂ ജഹൽ അങ്ങനെയായിരുന്നു. അബൂതാലിബ് പറഞ്ഞു, മോനെ അലി, നീ മുഹമ്മദിൻ്റെ കൂടെ കൂടിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വിശ്വസിച്ചിട്ട് തന്നെയാണോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. എങ്കിൽ നീ ഉറച്ചു നിന്നോ. നോക്കണം, നോട്ട് ദ പോയിന്റ്. നീ ഉറച്ചു നിൽക്കണം മുഹമ്മദിൻ്റെ കൂടെ. ഏതു പ്രതിസന്ധിയിലും നീ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടാകണം. അലി, മരണം വരെ നീ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടാകണം. മുഹമ്മദ് സത്യത്തിലേക്കേ നിന്നെ ക്ഷണിക്കുകയുള്ളൂ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു കരച്ചിൽ വന്നിട്ട് ചോദിച്ചു, അപ്പച്ചി, ഉമ്മച്ചിയൊക്കെ മുസ്ലിം ആയിട്ടുണ്ട്, നിങ്ങൾക്കും ഹബീബായ നബിയുടെ കൂടെ ചേർന്നൂടെ? അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. എനിക്കറിയാം, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി, മുഹമ്മദിൻ്റെ മതം എന്ന് പറയുന്നത് അത് മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, മറ്റെല്ലാ മതങ്ങളെക്കാട്ടിലും ഖൈറാണ് മുഹമ്മദിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് എനിക്കറിയാം മകനെ. പക്ഷെ എനിക്ക് ഉപ്പച്ചയ്ക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഉപ്പച്ചയ്ക്ക് ഈ നാട്ടിൽ വലിയ സ്ഥാനവും പേരൊക്കെ ഉണ്ട്, വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും ഗോത്രമഹിമയുടെ ഒരു പേരും പാരമ്പര്യമുണ്ട്. അതില്ലാതെയാക്കിയിട്ട് മുഹമ്മദിനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അലി, നീ നിന്നോ എന്ന് പറയുന്നുണ്ട്. അതാണ് അബൂതാലിബ്. അബൂതാലിബിൻ്റെ ഏറ്റവും മരണവേളയിൽ അലി റളിയല്ലാഹു അൻഹു വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂതാലിബിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തു എന്നാണ്. അബൂതാലിബ് കേൾക്കുന്നുണ്ടോ? 508 ആൾക്കാരായി. ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ കുഗ്രാമത്തിൽ നെറ്റിൻ്റെ കവറേജ് വളരെ ലോ ആണ്, പ്രോബ്ലമാണ്. കേൾക്കുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യും. എല്ലാവരും കമൻറ്റ് നിർത്തി കേൾക്കുകയാണ്. നല്ല കുട്ടികളാണ് എല്ലാവരും. ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ, എന്നാലേ തുടരാൻ പറ്റുള്ളൂ. കേൾക്കുന്നുണ്ടോ? സമീർ ഷാ, മുഹമ്മദ് അൽത്താഫ്, എനിക്ക് കമൻറ്റ് കാണാഞ്ഞിട്ടാണോ കമൻറ്റ് ചെയ്യുന്നുണ്ടോയെന്നറിയില്ല. ഏതായാലും ഞാൻ പറയുന്നു. ആരെങ്കിലും ഒന്ന് പറയൂ, കേൾക്കുന്നുണ്ടോ? സ്റ്റക്കായി നിൽക്കുകയാണല്ലോ. പ്രസാദ് ചുള്ളിക്കോട്, ജാഫർ കക്കാട്ടിരി, ആരും പറയുന്നില്ലല്ലോ. ശബ്ദം കേൾക്കുന്നുണ്ടോ ഹബീബിങ്ങളെ? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തോ എനിക്കറിയില്ല, ഞാൻ പറയുന്നുണ്ട്, പറയാൻ ശ്രമിക്കാം. ഇസ്തിഗ്ഫാർ ചൊല്ലി അബൂതാലിബിന്
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ എന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ മുസ്ലിമായിട്ടില്ല, അബൂ തലിബ് മുസ്ലിമായിട്ടില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, സൂറത്തു തൗബയിലെ 113 ആയത്ത് അപ്പോഴാണ് അവതരിക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഖുർആൻ എടുത്ത് തൗബയിലെ 113 ആയത്തും അതിൻ്റെ അർത്ഥവും എന്താണെന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോഴാണ് ആ ആയത്തിറങ്ങുന്നത്. പ്രവാചകന്മാർക്ക് യോജിച്ചതല്ല. ദൈവനിഷേധികളായ ആളുകൾക്ക് വേണ്ടി, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത്തെ അവർക്ക് ഈ അള്ളാഹുൽ വിശ്വാസമില്ലല്ലോ, പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അബൂ തലീബ് അങ്ങനെ വഫാത്തായ അലി റളിയല്ലാഹു അൻഹു വലിയ വിഷമം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഖദീജ ബീവിയുടെയും മരണമുണ്ടാകുന്നത്. അലി റളിയല്ലാഹു അൻഹു വലിയ ധീരനായിരുന്നു. ഖൈബറിൻ്റെ യുദ്ധസമയത്ത് അതിൻ്റെ തലേനാൾ ഒരുപാട് ദിവസം നീണ്ടു നിന്ന യുദ്ധമാണ് ഖൈബർ ചുരത്തിൽ നടന്ന യുദ്ധം. നീണ്ട പോരാട്ടം, തീക്ഷ്ണമായ പോരാട്ടം. ഒരു രാത്രി പ്രവാചകൻ സഹാബത്തിനോട് ചോദിച്ചു, നാളെ ഈ പതാക ആരാണ് വഹിക്കുക? എല്ലാവരും ആഗ്രഹിച്ചു ഇസ്ലാമിൻ്റെ ആ പതാക നാളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. തിരിഞ്ഞു നോക്കാതെ സമരം ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ഈ പതാക നൽകും. പിറ്റേന്ന് പ്രഭാതത്തിൽ ആ പതാക ലഭിച്ചത് അലി റളിയല്ലാഹു തആല അൻഹുവിനാണ് ആ പതാക ലഭിച്ചത്. പക്ഷേ അന്ന് അലി റളിയല്ലാഹുവിന് ചെങ്കണ്ണ് രോഗമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെങ്കണ്ണ് എന്നാണ് പറയാം. ചെങ്കണ്ണ് രോഗമായിരുന്നു അലി റളിയല്ലാഹുവിന്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമിനീര് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ പുരട്ടിക്കൊടുത്ത് അവിടത്തെ മുഅ്ജിസത്ത് കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന് തെളിഞ്ഞ കാഴ്ച ലഭിക്കുകയും പിന്നീട് പലപ്പോഴും പറയാറുണ്ട്, മരണം വരെ എൻ്റെ കണ്ണിന് വല്ലാത്ത കാഴ്ച കിട്ടിയിരുന്നു. പരിശുദ്ധ തിരുമേനിയുടെ നൂറാനിയത്തിൻ്റെ ഉമിനീര് എൻ്റെ നയനങ്ങളിൽ പുരട്ടിയത് മുതൽ എനിക്കങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഖൈബറിൻ്റെ പോരാട്ട രംഗത്ത് അവിടുത്തെ മുറഹിബുമായിട്ടുള്ള വാഗ്വാദങ്ങൾ, ഇൻട്രാക്ഷൻസുകൾ ഖൈബർ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ദേഷ്യം വന്ന് വിരണ്ടുപോയ, ദേഷ്യം വന്ന് വല്ലാത്ത രോഷാകുലനായ അലി റളിയല്ലാഹു അൻഹു ഖൈബറിൻ്റെ കോട്ടയുടെ വാതിൽ ഒറ്റ പിടുത്തം കൊണ്ട് വലിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് തോന്നും ഇതൊക്കെ ഒരു തള്ളലാണ്. അങ്ങനെയല്ല. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലെ കുട്ടിക്കാലം മുതൽ യുവത്വത്തിൻ്റെ ഒരു പാറ്റേണിലൊക്കെ, ആ ഘട്ടങ്ങളിലൊക്കെ അലി റളിയല്ലാഹു അൻഹു വല്ലാത്ത ധീരനും മല്ലനും സകല യുദ്ധവീരന്മാരെയും പരാജയപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ആളാണ്. വലിയ മക്കയിലെ വലിയ പാറക്കല്ലുകൾ ഒറ്റക്കൊക്കെ ചുമക്കുക. അലി റളിയല്ലാഹു അൻഹുവിന് എനിക്ക് തോന്നുന്നത് അത് ശാരീരികമായ ഒരു സിദ്ധി മാത്രമായിരിക്കില്ല. അലി റളിയല്ലാഹു അൻഹുവിന് അഭൗമികമായ ഒരു സിദ്ധി അള്ളാഹു കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പല കാര്യത്തിൽ. അലി റളിയല്ലാഹുവിനെ കുറിച്ച് മുന്നബി പറഞ്ഞത്, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. അലി, ഞാൻ വിജ്ഞാനത്തിൻ്റെ കോട്ടയാണെങ്കിൽ, പൂന്തോട്ടമാണെങ്കിൽ, ഗാർഡൻ ആണെങ്കിൽ അലി അതിലേക്കുള്ള കവാടമാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പോൾ ആ കോട്ടവാതിൽ അലി റളിയല്ലാഹുവിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതരായി മടങ്ങുമ്പോൾ ആ കോട്ടവാതിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടി 40 സ്വഹാബിവര്യന്മാർ ഒരുമിച്ചിരുന്ന് ആ കോട്ടവാതിൽ പിടിച്ച് കഴിഞ്ഞില്ല എന്നാണ്. അലി റളിയല്ലാഹുവിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയാണത്. കാരണം പുണ്യനബി ഒരിക്കൽ അലി റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, അന്ത മിന്നീ അന്ത മിന്നീ വ അന മിൻക യാ അലി. ആ വാക്കിൻ്റെ ഒരു ഗൗരവം എന്താ? ഹംസ റളിയല്ലാഹുവിൻ്റെ മകളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന സന്ദർഭത്തിൽ ജഅഫർ ബിൻ അബി താലിബ് പറഞ്ഞു, ഞാനാണ് കൊണ്ടുപോവുക, ഞാൻ അവരോട് ഏറ്റവും അടുത്തയാൾ. അങ്ങനെ പലരും അവകാശവാദം ഉന്നയിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അനുവാദം ലഭിച്ചത്. സ്വാഭാവികമായും അലി റളിയല്ലാഹു അൻഹുവിന് ഒരു വലിയ വിഷമം തോന്നി, എനിക്ക് ആ ചാൻസ് കിട്ടിയിട്ടില്ലല്ലോ എന്ന്. പ്രവാചകൻ ഏറ്റവും വലിയൊരു സൈക്കോളജിസ്റ്റാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു മനുഷ്യൻ വേദനിക്കുന്നത് ഒരു വാക്കുകൊണ്ടോ ഒരു സന്ദർഭത്തിൻ്റെ വിഹ്വലത കൊണ്ടോ ഒരാൾ വിഷമിക്കുന്നത് പ്രവാചകർക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വിഷമിച്ചപ്പോൾ പുണ്യനബി പറയുന്ന ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയൊരു വാക്കാണ്, അന്ത മിന്നീ യാ അലി വ അന മിൻക യാ അലി. എന്താ അതിൻ്റെ അർത്ഥം? അന്ത മിന്നി, നീ എന്നിൽ നിന്നാണ് അലി,
വ അന മിൻക്, ഞാൻ നിന്നിൽ നിന്നുമാണ്. അതിൻ്റെ പ്രത്യക്ഷ അർത്ഥത്തിനപ്പുറം ആശയഗരിമയുള്ള വല്ലാത്തൊരു പ്രയോഗമാണത്. കുറച്ച് സമയത്തെ ഈ ഓൺലൈൻ ഇൻട്രാക്ഷനിലൊന്നും അത് വിശദീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. പണ്ഡിതന്മാർക്കറിയാം ആ വാക്ക് എന്താണ്. അന്തം ഇന്നി, നീ എന്നിൽ നിന്നാണ്, ഞാൻ നിന്നിൽ നിന്നും, അല്ലെങ്കിൽ ഞാൻ നിനക്കാണ്, ഞാൻ നിന്നിൽ നിന്നതിനെയൊക്കെ കുറിച്ച് വാനമിങ്ക, അത് വല്ലാത്തൊരു പ്രയോഗമാണ്. അപ്പോൾ സൂഫി ഉലമാക്കളൊക്കെ അതിനെ അവരുടേതായ ഒരു പ്രതലങ്ങളിലൂടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹുവിനെ കുറിച്ച് എന്താണ് ആ വാക്ക് പറഞ്ഞത്? ലോകത്തെ സകല ത്വരീഖകളുടെയും ബേസ്മെന്റ് എന്ന് പറയുന്നത് അലി റളിയല്ലാഹു ആണ്. അതൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കണം. അലി റളിയല്ലാഹുവിൻ്റെ വിജ്ഞാനം എന്ന് പറയുന്നത്, അലി റളിയല്ലാഹു ഒരിക്കൽ പറഞ്ഞു, ഞാൻ എനിക്കറിയുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ വ്യാഖ്യാനം എഴുതുകയാണെങ്കിൽ 70 ഒട്ടകങ്ങൾ ചുമക്കാൻ കഴിയുന്ന അത്രയും ഞാൻ എഴുതുമായിരുന്നു എന്നാണ്. ബിസ്മിയുടെ മാത്രം വ്യാഖ്യാനാണ് പറഞ്ഞത്. 70 ഒട്ടകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു 70 പെട്ടി ഓട്ടോറിക്ഷ നമ്മുടെ റോട്ടിൽ നിർത്തിയെന്ന് കരുതുക. ആപ്പേ ഓട്ടോറിക്ഷ 70 വരിക്ക് നിർത്തൂ. ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് അതിൽ എഴുതിയിട്ടത് ഇങ്ങനെ വെച്ച് നോക്കൂ. ഇരുമ്പൊന്നും അല്ലല്ലോ എഴുതിയത്, എഴുതിയിട്ടത് വെച്ച് നോക്കൂ. അത്രയും എനിക്ക് ബിസ്മിയെക്കുറിച്ച് മാത്രം അറിയാമെന്ന് അലി റളിയല്ലാഹു പറയുന്നുണ്ട്. ആ വാക്കിനെ വിശദീകരിച്ചുകൊണ്ടും ബിസ്മിയുടെ വ്യാഖ്യാനമായിട്ടും ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ സമയം പോകുമെന്നറിയില്ല. ലോകത്തുള്ള സകല വിജ്ഞാനങ്ങളും 4 വേദഗ്രന്ഥങ്ങൾ, തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ, ഈ 4 വേദഗ്രന്ഥങ്ങളിലുള്ള സകല ജ്ഞാനാംശങ്ങളും ഖുർആനിലുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ വേൾഡ് വൈഡായി ഖുർആനിലുണ്ട്. 6600 സംതിങ് ആയത്തുകളിൽ, 666 എന്ന് കൃത്യമായിട്ടൊന്നും പറയണ്ട, കൃത്യമായി ഖുർആനിൽ 6666 ആയത്തുകളല്ല ഉള്ളത്, വ്യത്യാസമുണ്ട്. അപ്പോൾ സംതിങ് ആയത്തുകളിൽ വേൾഡ്, ലോകമുണ്ട് എന്നാണ്. അതിലുള്ളത് മുഴുവൻ ഖുർആൻ ഫാത്തിഹ മുതൽ ഖുൽ അഊദു റബ്ബിന്നാസ് വരെയുള്ള ആ 2 ചട്ടക്കുള്ളിലുള്ള മഹാശയങ്ങൾ മുഴുവൻ സൂറത്തുൽ ഫാത്തിഹയിൽ ഉണ്ട് എന്നാണ്, 7 ആയത്തുകളിൽ. അപ്പോൾ ഖുർആൻ ലോകം മുഴുവൻ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഇനി ഈ ഫാത്തിഹയിൽ പറഞ്ഞത് മൊത്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് രേഖപ്പെടുത്തി വെക്കണം, എഴുതി വെക്കണം. നമ്മൾ ഈ സായാഹ്നം സന്ധ്യയിലേക്ക് പടരുമ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ അബൂ തുറാബിൻ്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ബിസ്മിയിലുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുണ്ട്. ബിസ്മിയിലുള്ളത് മുഴുവൻ ബിസ്മിയുടെ ആദ്യാക്ഷരമായ ബ എന്ന് പറയുന്ന അക്ഷരത്തിലുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഈ പ്രപഞ്ചം ബ എന്ന അക്ഷരത്തിലുണ്ട്. ബയിലുള്ളത് മുഴുവൻ ബഇൻ്റെ താഴെയിട്ടുള്ള ഒരു പുള്ളി ഉണ്ടാകുമല്ലോ. മുസ്ലിങ്ങൾ ഇത് വീക്ഷിക്കുന്നുണ്ട്, അവർക്ക് ചിലപ്പോൾ അറിയില്ല. മുസ്ലിങ്ങൾക്കറിയാലോ, ബഇൻ്റെ താഴെ ഒരു പുള്ളി ഇടും, ബാക്ക് താഴെ പുള്ളി. ആ പുള്ളിയിൽ ഈ പ്രപഞ്ചത്തിലെ സകല വിജ്ഞാനങ്ങളുടെയും കനക ഭണ്ഡാരങ്ങൾ അടങ്ങിയിരുപ്പുണ്ട് എന്നാണ്. അതാണ് ബിസ്മിയുടെ അപരിമേയമായ അർത്ഥതലങ്ങൾ. മാഷാ അല്ലാഹ്, വാവ്, അമേസിങ് അല്ലേ? അത് സൂഫി കോൺസെപ്റ്റിൽ അലി റളിയല്ലാഹു അൻഹു ആണ് വലിയായി മാറുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ബേസ്മെന്റായി മാറുന്ന അലി റളിയല്ലാഹു അൻഹു ആണ്. അന്ത മിന്നീ യാ അലി വ അന മിൻക്. ഇത് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമായി എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പോയിന്റിൽ പെട്ടതാണ്, ആരെയും വിഷമിപ്പിക്കരുത്. ഈ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അലിയാരോട് നിങ്ങളാരും ദേഷ്യപ്പെടരുത് എന്ന്. മാഷാ അല്ലാഹ്, നമ്മളിതിൻ്റെ ഈ സ്ട്രീമിങ്ങിൻ്റെ അവസാനത്തിൽ ഇന്ന് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ വേദനാജനകമായ ജമൽ യുദ്ധത്തിലേക്ക് പോകുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ്. അപ്പം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വലിയ വിഷമെന്ന് എനിക്ക് തോന്നുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോൾ, ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ ഉമറിനെ പോലെയുള്ള, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെയുള്ള, അലി റളിയല്ലാഹുവിനെ പോലെയുള്ള റളിയല്ലാഹു അൻഹു മഹാരഥന്മാരായ അനുചരവൃന്ദരുടെ, പ്രവാചക അനുചരവൃന്ദരുടെ പിന്തുണയും സാന്നിധ്യവും അഡ്വൈസും അബൂബക്കറിനുണ്ട് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോൾ ഉസ്മാനും അലിയും ഉണ്ട് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഭരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോൾ ഈ മഹാരഥന്മാരായ ആരുടെയും സാന്നിധ്യം അലി റളിയല്ലാഹു അൻഹു ലഭിച്ചിട്ടില്ല എന്നത് ചരിത്രത്തിലൊരു വേദനയാണ്. അലി റളിയല്ലാഹു അൻഹുവിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ സംഭവം. നമ്മൾ ഫാത്തിമയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ ദാരിദ്ര്യത്തെയും
അവിടുത്തെ നെഞ്ച് കീറിയതിനെയൊക്കെ കുറിച്ച് കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ചരിത്രങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അലി റളിയല്ലാഹുവിന് നേരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ കൃത്യതയോടെ നിങ്ങൾ കേൾക്കണം. ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്ന ശില്പഭദ്രമായ കപ്പൽ തുള വീണിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ വഫാത്തോടുകൂടി. വളരെ പ്രഗത്ഭരായ ആളുകൾ അലി റളിയല്ലാഹുവിൻ്റെ എഗെയിൻസ്റ്റായി നിലനിന്നിട്ടുണ്ട്. പുതിയ കാലത്ത് ഇസ്ലാമിക സമൂഹത്തിലെ ഭിന്നതയൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ കളിയാക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇസ്ലാമിക ചരിത്രത്തിൽ ഖിലാഫത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് ഇപ്പോൾ ഉണ്ടാകണമെന്നല്ല. അവർ ഉണ്ടായ ഇഖ്ലാസ് ഇന്നത്തെ ഭിന്നിപ്പിലുണ്ടോ എന്നതൊക്കെ ആലോചനാമൃതമാണ്. ഞാൻ അത്തരം തർക്കങ്ങളിലേക്ക് പോകുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല. പൊളിറ്റിക്സ് ആകരുത് നമ്മുടെ ഭിന്നതക്ക് കാരണം, എക്കോണമി ആകരുത്, സാമ്പത്തികമാകരുത്, പവർ ആകരുത്, അധികാരത്തിന് വേണ്ടിയാകരുത് നമ്മുടെ ഭിന്നത. ഇസ്ലാമിലെ ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ ഒരു സത്യത്തിൻ്റെ പക്ഷത്ത് നിലനിൽക്കാം. അല്ലെങ്കിൽ 2 പക്ഷവും സത്യമായിട്ടായിരുന്നു. അപ്പോൾ ഒരു യുദ്ധ രംഗമൊക്കെ അലി റളിയല്ലാഹുവിൻ്റെ ഇതിലുണ്ടായി, ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ ഘാതകരെ പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട്. നോക്കൂ, മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ കൂഫയിലേക്ക് ചെന്നു. കൂഫയിലാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുമ്പോൾ ധരിച്ചിരുന്ന കമീസ്. നമ്മളവരെ വീട്ടിൽ പോയപ്പോൾ ആ കമീസിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ പഴയ ലൈവ് ഒന്ന് നോക്കിയാൽ മതി. അവർ ധരിച്ചിരുന്നത് ചോര പുരണ്ട കമീസ് കൂഫയിലുണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു അത് പള്ളിയിൽ പ്രദർശിപ്പിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു പള്ളിയിൽ അത് പ്രദർശിപ്പിച്ചു. ആയിഷ ബീവി, സുബൈർ ബിൻ അവ്വാം, ത്വൽഹ റളിയല്ലാഹു അൻഹു ഒക്കെ അവിടെ ചെന്നു. ആളുകൾ പൊട്ടിക്കരഞ്ഞു. വൈകാരിക വിക്ഷുബ്ധമായ ഒരവസ്ഥയുണ്ടായി. ഒരുപക്ഷെ നിങ്ങൾ ചരിത്രത്തിൽ ഇത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലരും അത് പറയാറില്ല. ഞാനത് നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് പറയുകയാണ്. അലി റളിയല്ലാഹുവിൻ്റെ ഒരു ത്യാഗം, അനുഭവിച്ചൊരു വേദന പറയാൻ വേണ്ടി. വലിയ അർത്ഥത്തിൽ പ്രക്ഷോഭം ഉണ്ടായി. അത് ജമൽ യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ടു. ആയിഷ ബീവിയോട് അലി റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പത്നിയാണ് നിങ്ങൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. അലിയുടെ ഭാഗത്ത് തെറ്റുണ്ടാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹസൻ ഹുസൈനിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരുടെ ഉമ്മ, മടങ്ങിപ്പോകണം നിങ്ങൾ. ആയിഷ ബീവി മടങ്ങി. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയെ വീട്ടിലിരുത്തിയിട്ടാണോ മുത്തുനബിയുടെ ഭാര്യയായ ആയിഷയുമായിട്ട് സമരത്തിന് വന്നേക്കുന്നേ? ത്വൽഹക്ക് അത് വലിയ ആഘാതമായി. അദ്ദേഹവും മടങ്ങിയെന്നാണ്. സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, സുബൈർ, ഒരിക്കൽ നീ ഓർക്കുന്നുണ്ടോ, പണ്ട് നീ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി വന്നു, കുറേ മുമ്പാണ്. അപ്പോൾ നീ എന്നെ നോക്കി ചിരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, സുബൈറെ, നിനക്ക് അലിയെ അത്രയ്ക്ക് ഇഷ്ടമാണോ? നീ ചിരിക്കുന്നല്ലോ. നീ അപ്പോൾ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അലിയെ. അന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് നീ ഓർക്കുന്നുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യോ? നിങ്ങളിപ്പോൾ 560 ആളുകളുണ്ട്. അലി റളിയല്ലാഹുവിനെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. അത് ഷെയർ ചെയ്തുകൊണ്ട് എന്നല്ല ഞാൻ പറഞ്ഞ്, കുറേ ആൾക്കാർ നന്മ കേൾക്കുമല്ലോ, നിങ്ങൾക്കൊരു നഷ്ടമില്ലല്ലോ, ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ റസൂലുള്ളാഹി സുബൈറെ നിന്നോട് പറഞ്ഞില്ലേ, ഇന്ന് നിനക്ക് അലിയെ ഇഷ്ടമാണ്, പക്ഷേ നീ അലിക്കെതിരായി സമരം ചെയ്യുന്ന ഒരു ദിവസം വരും, അക്രമമായി സമരം ചെയ്യുന്ന ഒരു ദിവസം വരും. സുബൈർ ബിൻ അവ്വാമിൻ്റെ കണ്ണ് തിളങ്ങി. ആ മഹാനായ സഹാബി വര്യൻ കരഞ്ഞു, വാള് നിലത്തേക്ക് വീണു. വല്ലാഹ്, നിങ്ങളിത് കേൾക്കണം. അവരൊക്കെ ഒരു ഇഖ്ലാസ് നോക്ക് നിങ്ങൾ. അല്ലാതെ വ്യക്തിപരമായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇമ്പീരിയലിസത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരമല്ല ഇത്. ഓരോരുത്തർക്കും തോന്നിയ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. അവരുടെ നിഷ്കളങ്കതയെ, ആത്മാർത്ഥതയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇന്നുണ്ടാകുന്ന ഭിന്നതകളും വിപ്ലവങ്ങളും അങ്ങനെയാണോ എന്ന് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാൽ മതി. ആ സംഭവം കേട്ടപ്പോൾ സുബൈറിൻ്റെ കൈ റളിയല്ലാഹു അൻഹു കയ്യിൽ നിന്ന് വാള് നിലത്തേക്ക് വീണ് അലി റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. ഞാൻ പോകുന്നു പറഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് സുബൈർ ബിൻ അവ്വാം. പക്ഷേ ഈ ത്വൽഹയെയും സുബൈർ ബിൻ അവ്വാമിനെയും വഴിയിൽ വെച്ച് ഇസ്ലാമിൻ്റെ വിരുദ്ധ ശക്തികൾ കൊന്നുകളയുന്നുണ്ട്. ആ കൊന്നതും അലി റളിയല്ലാഹുവിൻ്റെ പേരിലാണ് ചാർത്തപ്പെട്ടത്. പിന്നീട് സിഫീൻ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. നെഹ്റുവാനിൽ 12,000 ആളുകൾ ഒരുമിച്ച് കൂടി.
പ്രിയപ്പെട്ടവരെ, ഖവാരിജുകൾ എന്നാണ് അവരുടെ പേര്. മുസ്ലിങ്ങളായിരുന്നു അവർ, അമുസ്ലിങ്ങളല്ല, മുസ്ലിം വിഭാഗമായിരുന്നു അവർ. ഖവാരിജുകളായ ഹറജു എന്ന അർത്ഥത്തിലാണ് അവർ ആ പേര് വരുന്നത് തന്നെ. അലിയുടെ കാൽച്ചുവട്ടിൽ നിന്ന് അവർ മറിഞ്ഞുപോയി. ഖവാരിജുകൾ 12,000 ആളുകൾ നഹ്റുവാനിൽ ഒരുമിച്ച് കൂടുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു ഒരുപാട് ശ്രമിച്ചു നോക്കി, നിങ്ങൾ തിരിച്ചു പോകണേ, മുസ്ലിങ്ങൾ പരസ്പരം യുദ്ധ സജ്ജരായി നിൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു നടത്തിയ ഹൃദയം ത്രസിച്ചു പോകുന്ന ഒരു പ്രസംഗമുണ്ട്. വല്ലാഹി ലൗ ഖതൽതു അലൈഹി ദുജാജ, നിങ്ങൾ അകാരണമായി ഒരു കോഴിയെ കൊല്ലുന്നത് പോലും ലകാന അലീമൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിൽ അത് വലിയ കുറ്റമാണ് കേട്ടോ മുസ്ലിങ്ങളെ. നമ്മളിപ്പോൾ കോഴിനെ അറുക്കാറില്ലേ? കോഴിനെ ഭക്ഷിക്കാൻ വേണ്ടി നമുക്ക് കഴിക്കാമെന്നല്ലാതെ ഒരു കോഴിയെ വെറുതെ എറിഞ്ഞു കൊന്നു നമ്മളതിനെ അറുക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ലകാന അലീമൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിൽ അത് വലിയ കുറ്റമാണ്. ഈ കോഴി ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. അവർ കോഴിയെ കൂടുതൽ തിന്നുന്ന ആളുകളായതുകൊണ്ടായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻറ്റിമസിയുള്ള ഒരു ജീവിയെ പറഞ്ഞിട്ടുണ്ടാകുക. ഒരു ഉറുമ്പിനെ പോലും വെറുതെ കൊല്ലുന്നത് കുറ്റകരമാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയും ഫക്കൈഫ്, പിന്നെ എങ്ങനെയാണ് ബിദിമാഇൽ മുസ്ലിമീൻ, പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ രക്തം ഒലിപ്പിക്കുക? ഒരു കോഴിയെപ്പോലും അകാരണമായി കൊല്ലുന്നത് പാപമല്ലേ ഇസ്ലാമിൽ? നിങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങളെ പരസ്പരം യുദ്ധം ചെയ്യുന്നത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പക്ഷേ ഖവാരിജുകൾ ഇസ്ലാമിക സമൂഹത്തിലെ ആദ്യത്തെ ഭിന്നിപ്പിൻ്റെ കൊടി പറത്തിയ ശത്രുക്കളായ ദുഷ്ടന്മാർ യുദ്ധത്തിന് തയ്യാറായി. സ്വാഭാവികമായും യുദ്ധം നടന്നു. മഅരിയത്തു നഹർവാൻ എന്ന പേരിൽ ആ യുദ്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഖവാരിജുകൾ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് വലിയ പക തോന്നി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ രാഷ്ട്രത്തിനെതിരെ, അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ അവർ നടത്തി. അതിൻ്റെ ഇടയിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു പക്ഷത്താകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഒന്നായി ചേരുന്നുണ്ട്. ഈ മുആവിയയുടെ അലി റളിയല്ലാഹു അൻഹു യുദ്ധസജ്ജരായ ഒരു രംഗമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശത്രുക്കളുടെ ഒരു രാജാവ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, മുആവിയക്കെതിരെ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ യുദ്ധം ആരംഭിക്കൂ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടെ ആ കുറിമാനം കീറി എറിഞ്ഞിട്ട് ഏതോ വിദേശിയായ രാജാവിൻ്റെ പ്രതിനിധിയോട് പറയുന്നുണ്ട്, കാര്യം ഞാനും മുആവിയയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ മുആവിയ എൻ്റെ സഹോദരനാണ്, മുസ്ലിം സഹോദരനാണ്. ശത്രുവിനെ കൂട്ടുപിടിച്ച് ഞാൻ യുദ്ധം ചെയ്യില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്ലാമിക സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസമുള്ളവരെ കീഴടക്കാൻ വേണ്ടിയിട്ട് ശത്രുപക്ഷത്ത് ചേരുകയാണ്. ശത്രുമിത്രം എന്ന് പറയുന്ന ഒരു ലോജിക്ക് പ്രയോഗിക്കുന്നില്ലേ? മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. തുറന്നു പറയാൻ ഒരു സോഷ്യൽ മീഡിയയിൽ കഴിയാത്തത് കൊണ്ടാണ്, ഭയമുള്ളത് കൊണ്ടൊന്നല്ല, പക്ഷേ കുറേ ഹയറുകൾ തടയപ്പെടും എന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, അല്ലേ? അറബ് ലോകത്തൊക്കെ നടക്കുന്ന ഒരു വസ്തുതയല്ലേ. ഇനി അറബ് ലോകത്തേക്കും രാഷ്ട്രാന്തരീയ ചിന്തകളിലേക്ക് പോകണ്ട, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ. നമുക്കൊരാളോട് ശത്രുതയുണ്ടെങ്കിൽ അയാളെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പോലും ചിലപ്പോൾ നമ്മൾ കൂട്ടുപിടിക്കും. എത്രയോ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലോചിക്കണം, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചടുലമായ നിലപാടെന്തായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവർ സന്ധിയിലാകുന്നുണ്ട്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തായിരുന്നു. മറ്റൊരാൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തായിരുന്നു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈ 4 പേരെയും കൊല ചെയ്യണമെന്ന് ഖവാരിജുകൾ തീരുമാനിച്ചു. 4 പേരെയും ടാർഗറ്റ് കൊല ചെയ്യാൻ വേണ്ടി പോരാളികളെ ഏൽപ്പിച്ചു ഖവാരിജുകൾ. അതിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളാണ് അബ്ദുറഹ്മാൻ ബിൻ മുൻജിം എന്ന് പറയുന്ന ശത്രു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. പരിശുദ്ധ റമദാനിലെ 18ാമത്തെ ദിവസം. ഇന്ന് റമദാൻ എത്രയാണ്? 21 അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് കാണുന്നില്ലല്ലോ. പോസ്റ്റ് എല്ലാവരും ബ്ലോക്ക് ചെയ്ത് വെച്ചോ. 600 ആളുകളായി ഷെയർ ചെയ്യുന്നുണ്ടാവില്ലല്ലേ? ഇന്ന് റമദാൻ 21 അല്ലേ? പറയും, ഇന്ന് റമദാൻ 21 അല്ലേ? ദിവസം അബൂ തുറാബിൻ്റെ വീട്ടിൽ ഇങ്ങനെ മദീനയിൽ നിൽക്കുന്നതിൻ്റെ ഒരു
21 മിഥിലാജ് 21. ഇന്ന് 21. ഇന്നത്തെ ദിവസം നിങ്ങളിത് കേൾക്കുന്നതിൻ്റെ പുണ്യം എന്താണെന്ന് ഒരു സർപ്രൈസായി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. അതിപ്പോൾ പുറത്തുവിടാൻ സമയമായിട്ടുണ്ട്. 18-നാണ് കുത്തേൽക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്. കുത്തല്ല, വാളുകൊണ്ട് വെട്ടേറ്റു അലി റളിയല്ലാഹുവിൻ്റെ തലയിൽ. അള്ളാഹു നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ മോനെ. അള്ളാഹുവേ നീ സാക്ഷി, നീ ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം റബ്ബേ. മറ്റൊന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ അഹമ്മദ് കണ്ണൂരെ എന്നോടെല്ലാവരും പറഞ്ഞു അയാളെ വെറുതെ വിട്, അയാളെക്കുറിച്ച് പറയണ്ടാവും. ഞാൻ ബ്ലോക്ക് ചെയ്യാൻ സമയത്ത് അദ്ദേഹം എല്ലാ കമൻറ്റും ഓക്കുപ്പാക്കി പോയി. ഈ കാണുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നീ ഉണ്ടാവും. നിനക്ക് അള്ളാഹുവിന് ഭയമുള്ള ഒരു മുസ്ലിം ആണെങ്കിൽ, പശ്ചാത്താപം നിനക്ക് തോന്നുന്നുവെങ്കിൽ നീ തൗബ ചെയ്തോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ വെട്ടേറ്റു അലി റളിയല്ലാഹു അൻഹു. വിഷത്തിലൂട്ട വാളുകൊണ്ടാണ് വെട്ടേറ്റത്. അബ്ദുറഹ്മാനുവിന് മുൻജിമാണ് വെട്ടിയത്. 3 ദിവസക്കാലം അദ്ദേഹം കിടപ്പിലായി. 21-നാണ് അലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അപ്പോൾ ഇന്ന് നോമ്പ് 21-ആണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് ദിനമാണ് ഇന്ന്. അലി റളിയല്ലാഹുവിൻ്റെ ഖബർ കൂഫയിലാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം, മദീനയിലല്ല. ഒരഭിപ്രായ പ്രകാരം കൂഫയിൽ നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭൗതിക ശരീരം മദീനയിലേക്ക് മാറ്റി എന്നൊരഭിപ്രായമുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു അഭിപ്രായമല്ല. കൂഫയിലായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണമുണ്ടായത്. മദീനയിൽ നിന്ന് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ കൂഫയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ കൂഫ ബസറ എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസുമായി നേരിട്ട് കണക്ഷനുള്ള ഒരു ഭൂമിശാസ്ത്രപരമായി പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. മദീനയെ പോലെയല്ല. അതുകൊണ്ട് വിസ്തൃതമായ അറേബ്യൻ സാമ്രാജ്യത്വത്തിൻ്റെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരെയുള്ള കാലഘട്ടത്തിൽ അത്രയേറെ വികസിക്കപ്പെട്ടിട്ടില്ല. വലിയ വിസ്തൃതയിലേക്ക് മാറിക്കഴിഞ്ഞ ഇസ്ലാമിക സാമ്രാജ്യത്വം കൂടുതൽ വികസിക്കാൻ വേണ്ടി കൂഫയിലേക്ക് ഭരണം ഈസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. വൈകാരികമായ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂഫയിലാണ് മറവ് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നു. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ എന്ന പേരിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാണുന്ന ഈ ഗോൾഡൻ കളറിലൊക്കെയുള്ള മക്ബറ അത് അലി റളിയല്ലാഹു അൻഹു മസാർ അല്ല. പറയുമ്പോൾ വസ്തുത പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ആ മസാർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്, അവിടെ എല്ലാവരും സിയാറത്ത് ചെയ്തോളൂ എന്നൊന്നും പറയാൻ ബഷീർ ഫൈസിക്ക് പറ്റത്തില്ല. അത് ഷിയാക്കൾ ഒരു പ്രതീകമെന്ന പോലെ ഉണ്ടാക്കിയതാണ്. അലി റളിയല്ലാഹു അൻഹു മസാർ എവിടെയാണെന്ന് കൃത്യമായി പല ചരിത്ര സംഭവങ്ങളിലും കിതാബുകളിലൊക്കെ പല താരീഖുകൾ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇന്ന് കാണുന്ന നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ആ കാണുന്ന അലി റളിയല്ലാഹു അൻഹു മസാറല്ല. അവിടെ എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല എന്നുള്ളതാണ്. അലി റളിയല്ലാഹുവിൻ്റെ വീക്ഷണത്തിൽ 3 തരക്കാരാണ് അദ്ദേഹത്തെ നേരിട്ടത്. ഒന്ന് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ, അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ എന്ന അർത്ഥത്തിൽ, ഇസ്ലാമിൻ്റെ 4ാം ഖലീഫ എന്ന അർത്ഥത്തിൽ, എന്നാൽ വലിയ വിജ്ഞാനമുള്ള ഒരു മഹാ ആശയൻ എന്ന അർത്ഥത്തിലാണ് മുഅ്മിനീങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. പ്രവാചകർ കഴിഞ്ഞാൽ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ള അലി റളിയല്ലാഹുവിന് അല്ല. നിങ്ങൾ എന്നെ പറ്റി എന്ത് കരുതിയാലും ശരി, ഞാൻ പറയുകയാണ് അലി റളിയല്ലാഹുവിനല്ല. 1ാമത്തെ ആൾ പുണ്യനബി കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. അലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ പ്രവാചകൻ കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു ആണ് ഈ സ്ഥാനത്ത് 1ാമത്തെ ആൾ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു വേറെ കുറേ മഹത്വമുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ലാത്ത മഹത്വമുണ്ട്. എന്താണത്? അഹ്ലുൽ ബൈത്താണ്. വലിയ ക്വാളിറ്റി അല്ലേ? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കൂഫയിലാണ്, പക്ഷേ ആ ഖബർ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ചെയ്താൽ ഞാനത് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ആ കുബ്ബ കാണുന്നത് അലി റളിയല്ലാഹു അൻഹു മസാറല്ല. നോക്കൂ, അലി റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസമാണ്, ഷഹീദായ ദിവസമാണ് ഇന്ന്. നമ്മളിന്ന് പറഞ്ഞാൽ യാദൃശ്ചികത മാത്രമല്ല. ഇന്ന് രാവിലെ മുതൽ അലി റളിയല്ലാഹു അൻഹു ഒരു തവണ നമ്മൾ പറഞ്ഞു പോയതാണെങ്കിലും മദീനത്തെ ഈ യാത്രയിൽ ഇവിടെ അലി റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ ദിവസം നിങ്ങളെ കൂട്ടണം എന്ന ഓർമ്മയോടുകൂടിയാണ്. അള്ളാഹു അലി റളിയല്ലാഹു അൻഹുവിനെ
കാണാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്ന് ചരിത്രപരമായ ഒരു യാത്രയാണ് നടത്തിയത്. എന്നും വൈകാരികമായി നിൽക്കുമ്പോൾ ഇന്നലെ ഒരുപാട് കമൻറ്റ്, ഒരു 10-200-ലേറെ മെസ്സഞ്ചർ ബ്ലോക്കായി ഹാങ് ആകുമെന്ന് ഞാൻ കരുതി. അതിലൊക്കെ അവർ പറഞ്ഞത് സ്നേഹം കൊണ്ടുള്ളൊരു വാക്ക്, കണ്ണൂക്കാരൻ പറഞ്ഞതുപോലെയല്ല, കരഞ്ഞു പോവുകയാണ്, ഇമോഷണൽ അവസ്ഥയിൽ സംസാരിക്കരുതേ, അത്തരം വിഷയങ്ങൾ പറയരുതേ എന്ന് വളരെ സ്നേഹം കൊണ്ട് ചില ആൾക്കാർ പറഞ്ഞു. ഇന്ന് അതാണ് അലി റളിയല്ലാഹുവിൻ്റെ കരച്ചിൽ വന്നു പോകുന്ന ചരിത്രങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ പഠിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോയത്. മാഷാ അല്ലാഹ്, അലി റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ ത്വരീഖകളുടെ ബേസ്മെൻറ്റ്. അള്ളാഹു അവരെ കാണാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പുണ്യനബിയുടെ പ്രിയപ്പെട്ട അഹ്ലു ബൈത്താണ്. ഖിയാമത്ത് നാളുപോലെ നിലനിൽക്കുന്ന അഹ്ലു ബൈത്തിൻ്റെ പരമ്പര അവരിലൂടെ കടന്നു പോകരാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവിടുത്തെ സ്ഥൈര്യവും ധൈര്യവും അള്ളാഹു നമുക്ക് തരട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ മൗനമായി ഓതിക്കോളൂ. അൽ ഫാത്തിഹ. ഉസ്താദിൻ്റെ മറുപടി പൊളിച്ചു. അത് നോക്കട്ടെ, നമ്മളാർക്കും മറുപടി പറയാറില്ല. അവൻ്റെ കമൻറ്റ് കാണുമ്പോൾ ഒരു വിഷമം കൊണ്ട് പറയുകയാണ്. ഒരു ഫാത്തിഹ ഓതിക്കോളൂ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ഈ അള്ളാഹു അവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല ആവശ്യങ്ങളുമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ്, സംരക്ഷണം കൊടുക്കട്ടെ. COVID-19 ലോകത്തെ സകല മനുഷ്യരെയും അള്ളാഹു രക്ഷപ്പെടുത്തി. ജാതി മതഭേദമന്യേ സകല മനുഷ്യരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. കുടുംബസമേതം ഈ പരിപാടി കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിട്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കൈ കടഞ്ഞു, സ്റ്റാൻഡില്ല, ലാപ്ടോപ്പില്ല. ഒരുപാട് ആളുകൾ കുടുംബസമേതം കേൾക്കുന്നുണ്ട്. ഉപ്പ ഉമ്മ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കുട്ടികളെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കുടുംബസമേതം കാണുന്നവർക്ക് പ്രത്യേക പ്രാർത്ഥന എന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ കുടുംബജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പലരുടെയും മാതാപിതാക്കൾ മരിച്ചുപോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഈ കണ്ട എല്ലാവർക്കും അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കട്ടെ. അലി റളിയല്ലാഹുവിൻ്റെ പേരിലാണ് ഇന്നത്തെ സദസ്സ്. അതുകൊണ്ട് അത് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം വിട്ടുപോയി. 3 തരത്തിലാണ് അലി റളിയല്ലാഹുവിനെ കാണുന്നത്. 1 മുഅ്മിനീങ്ങൾ, അലി റളിയല്ലാഹുവിൻ്റെ ആ വ്യക്തിത്വം മനസ്സിലാക്കിയവർ. 2 ഖവാരിജുകൾ, ശത്രുക്കളായ ആളുകളാണ്, അതാണ് ഖവാരിജുകൾ. 3 ഷിയാക്കളായ ആളുകളാണ്. അതായത് പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ അലിയാണ് എന്ന് മഹത്വം സ്ഥാപിച്ച ആൾക്കാരാണ് അവർ. അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മുആവിയ, അവരൊക്കെ കാഫിറാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഷിയാക്കൾ. അത്തരക്കാരിൽ നമ്മൾ പെടരുത്. ഖവാരിജുകളിൽ നമ്മൾ പെടരുത്. നമ്മൾ മുഅ്മിനീങ്ങളുടെ പക്ഷത്ത് നിൽക്കുക. പിന്നെ ഓരോരുത്തർക്ക് ഓരോ സ്വാതന്ത്ര്യമുണ്ട്, അവരനുസരിച്ച് ജീവിക്കട്ടെ. ഈ 3 ദിവസവും അവർ യുക്തിർ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ വർദ്ധിപ്പിച്ചിരുന്നു ഈ 3 ദിവസങ്ങളിൽ അലി റളിയല്ലാഹു അൻഹു. ഈ കുത്തേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ അബ്ദുറഹ്മാൻ മുൻജിബിനെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു, നീ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? അപ്പോൾ അയാൾ പറഞ്ഞു, നീ അള്ളാഹുവിൻ്റെ ശത്രുവാണ്. ഈ ഖവാരിജായ മുസ്ലിമാണെന്ന് പറയപ്പെടുന്ന ഈ മുൻജിം അലി റളിയല്ലാഹുവിനോട് പറയാണ്, നീ അള്ളാഹുവിൻ്റെ ശത്രുവാണ്. അള്ളാഹുവിൻ്റെ വിധിയല്ലാതെ ഒരു വിധി അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, നിങ്ങളാരും അവനെ കൊല്ലണ്ട. ഞാൻ ഈ വിഷമേറ്റ ഈ കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അവൻ്റെ പ്രതികാരം എൻ്റെ മേലുള്ളതാണ്, അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ അള്ളാഹുവാണ് തീരുമാനമെടുക്കേണ്ടവൻ എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം. കൂഫയിലെ മിമ്പറിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. അധികാരം ഏറ്റെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ കൂഫയിലെത്തിയതിന് ശേഷം, മുഅ്മിനീങ്ങളെ, ഞാൻ ആരാന്നറിയോ നിങ്ങൾക്ക്? ഞാനിന്ന് നിങ്ങളുടെ ഖലീഫയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. മദീനയുടെ മലഞ്ചെരുവിലൂടെ കുതിരാലയങ്ങൾക്കും ഒട്ടകാലയങ്ങൾക്കും മുന്നിൽ പോയിട്ട് ഞാൻ പുല്ല് കൊണ്ടിട്ടിട്ട് അഷ്ടിക്ക് വക കണ്ടെത്തിയ ദരിദ്രനായ മനുഷ്യനാണ്.
ഞാൻ ഫാത്തിമ എന്ന് പറയുന്ന മക്കയിലെ ദരിദ്രയായ ഒരു പെണ്ണിൻ്റെ മകനാണ്. ആ ഭൂതകാലം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഞാൻ മദീനയിലെ അങ്ങാടിയിലൂടെ ഇറച്ചി വാങ്ങി നടന്നുപോയ മനുഷ്യനാണ്. ആ ഭൂതകാലം അലി എന്നെങ്കിലും മറക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം എന്നൊക്കെ അലി റളിയല്ലാഹു അൻഹു തൻ്റെ കൂഫ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അതിസങ്കീർണമായ കാലഘട്ടത്തെ നേരിടുകയും വേദന ഒരുപാട് അനുഭവിക്കുകയും ചെയ്ത അഹ്ലുബൈത്താണ് ഹബീബായ പ്രവാചകൻ്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു. അള്ളാഹു സ്വർഗത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. അമീന യാ അർഹമർ റഹീമീൻ. പ്രാർത്ഥനയിലുണ്ടാവും. ഇനി എന്തെങ്കിലും പറയാനുള്ളവർക്കൊക്കെ പറയട്ടോ. ഒന്ന് ഷെയർ ചെയ്യൂ എല്ലാവരും കേട്ടോ. നമ്മൾ ഇതുവരെയുള്ള ലൈവൊക്കെ എല്ലാവരെയും കേൾപ്പിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിൽ അവരൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാ കമൻസും ഞാനിത് കഴിഞ്ഞ് എന്നും പറയുന്നത് പറയാണ്, വായിക്കാറുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വായിച്ച് നിങ്ങൾക്ക് ചിലതൊക്കെ റിപ്ലൈ തരും. തരേണ്ടതിന് അല്ലാത്തൊക്കെ കാണുന്ന ലൈക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രസംഗിച്ചങ്ങ് പോവല്ല. നമ്മൾ തമ്മിലൊരു ബന്ധം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ കാണാതെ വന്നപ്പോൾ എത്ര മെസ്സേജുകളാണ് നിങ്ങൾ കമൻറ്റിൽ കണ്ടതും മെസ്സഞ്ചറിൽ വന്നതും. ആ സ്നേഹം അത് മദീനയോടുള്ള പ്രണയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രണയമാണ്. ഈ റമദാൻ മുഴുവൻ മദീനത്തുൻ നബിയിലൂടെ ഇങ്ങനെ ആ മണ്ണിലൂടെ നടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹമുണ്ട്. സുഹൃത്തിന് കോവിഡ് പോസിറ്റീവാണോ? ആരാ ചോദിക്കുന്നു? കാണുന്നില്ല, പോയി. ആ മദീനയിൽ ആ പ്രണയമഴയിൽ ഇങ്ങനെ നനഞ്ഞു പോകാൻ. തൂ അമീറേ ഹറം, അങ്ങ് ഹറമിൻ്റെ ഇമാമാണ് നബിയെ. മെ ഫഖീറേ അജം, ഞാൻ ഫഖീറാണ് നബിയെ. നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊരു ദിവസം മദീനത്ത് പോകണം. നിങ്ങളെല്ലാവരും ഒന്നിച്ചൊരു ദിവസം മദീനയിൽ നമുക്ക് കണ്ടു. ഇപ്പം മനസ്സുകൊണ്ട് മദീനയിലാണ്, ശരീരം കൊണ്ട് മദീനത്തൊക്കെ പോകുമ്പോൾ ചുമ്മാ ഇങ്ങനെ 5 ദിവസം നടന്നാൽ പോരാ. സത്യസന്ധമായി ഓരോ ചരിത്രവും ത്രസിച്ച് നിന്നിട്ട് നമ്മൾ മദീനത്ത് കൂടെ കടന്നു പോകണം. അങ്ങനെ പോകുമ്പോഴാണ് ഒരു അനുഭവമാവുള്ളൂ. നല്ല നിലാവുള്ള രാവുകളിൽ ഇങ്ങനെ ആ പച്ചക്കുബ്ബയുടെ പുറത്ത് മുറ്റത്തിങ്ങനെ ഇരിക്കണം. തൂക്കൂജാമൻ കൂജ, അങ്ങ് ഹറമിൻ്റെ ഇമാമാണ് നബിയേ അല്ലേ? അങ്ങ് തൂക്കൂജാമൻ കൂജ, അങ്ങയുടെ സ്ഥാനം എവിടെയാണ്, എൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് പറഞ്ഞ് കരയാൻ നമുക്ക് തൗഫീഖ് നൽകണം. ആയിരക്കണക്കിന് മെസ്സേജുകൾ ഒരു കണ്ണൂരുകാരൻ തന്നെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവനെ പേടിച്ചിട്ടല്ല കേട്ടോ. അവൻ്റെ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇടപെടും. അലി റളിയല്ലാഹു അൻഹു ഇടപെടും. നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരാൾ തെറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഇതൊരു സാമൂഹിക കുറ്റമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ കാന്തപുരം ഉസ്താദിൻ്റെ ആളാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ആ അർത്ഥത്തിലൊക്കെ കമൻറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അയാൾ ആളുടെ ആരുമല്ല. അയാൾ മുസ്ലിമാണെന്ന് പോലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ചില കമൻറ്റുകളിലൊക്കെ അലി റളിയല്ലാഹു മദീനത്തേക്ക് മനസ്സ് പോകുന്നുണ്ടോ എന്ന് കണ്ടാൽ അപ്പോൾ അയാൾ വരുന്നുണ്ട്. CM വലിയുള്ളതിൻ്റെ കാര്യമൊക്കെ അയാൾ പറയണം. ഓക്കെ, താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും.